നമ്മൾ വന്നിരിക്കുന്നത് ഓഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനുമായിട്ടാണ്. അപ്പൊ ആപ്ലിക്കേഷന്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഈ വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്കാം. പിന്നെ ഈ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൊടുത്തേക്കാം. അപ്പൊ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇനി എന്തൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ഓപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഡ്രിം ഓഡിയോ, അതായത് ഓഡിയോസിനേക്ക് നമുക്ക് ഇവിടുന്ന് ഡ്രിം ചെയ്യാൻ സാധിക്കും. അടുത്തത് മിക്സ് ഓഡിയോ, അതായത് മൾട്ടിപ്പിൾ ഓഡിയോസിനെ നമുക്ക് ഇവിടുന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അടുത്തത് മെർജ് ഓഡിയോ, ഒരു ഓഡിയോയിൽ തന്നെ നമുക്ക് മറ്റ് ഓഡിയോകൾ ആഡ് ചെയ്ത് മെർജ് ചെയ്തെടുക്കാൻ ഇവിടുന്ന് സാധിക്കും. അടുത്തത് ടാഗ് എഡിറ്റർ, അതായത് നമ്മുടെ മ്യൂസിക്കിന്റെ കവർ ഇമേജുകൾ ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ പേര് ചേഞ്ച് ചെയ്യാനും ആൽബം ചേഞ്ച് ചെയ്യാനും ഇവിടുന്ന് സാധിക്കും. താഴെ കൺവേർട്ട് ആൻഡ് കംപ്രസ് ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിലൂടെ നമ്മുടെ ഓഡിയോനെ MP3 കൺവേർട്ട് ചെയ്യാനും അവിടുന്ന് കംപ്രസ് ചെയ്ത് കുറഞ്ഞ MB നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. അടുത്ത സ്പ്ലിറ്റ് ഓഡിയോ എന്നാണ്, നമുക്ക് ഈ ഒരു ഓഡിയോനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ ഇവിടുന്ന് സാധിക്കുന്നുണ്ട്. അടുത്ത റിവേഴ്സ് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓഡിയോനെ റിവേഴ്സ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തത് വോയിസ് ചേഞ്ചർ ആണ്, നമ്മുടെ ഓഡിയോനെ ഏത് വോയിസിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കും. നമ്മുടെ ഓഡിയോ ആയിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ ഏത് സൗണ്ടിലേക്ക് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അടുത്തത് ടെക്സ്റ്റ് ടു സ്പീച്ച് ആണ്, നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് അവിടെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പീച്ചിലൂടെ നമുക്കത് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്തത് വീഡിയോ ടു ഓഡിയോ, അതായത് വീഡിയോയിൽ നിന്ന് നമുക്ക് ആ ഓഡിയോ കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്തത് കരോക്കെ എഫക്ട്, നമുക്ക് ഇവിടുന്ന് കരോക്കെ ഒക്കെ പാടി അതിന് എഫക്ട്സുകൾ കൊടുക്കാൻ സാധിക്കും. അതായത് ബാസ് ട്രബിൾ ഒക്കെ ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അടുത്തത് സ്പീച്ച് ടു ടെക്സ്റ്റ്, നമ്മുടെ ഓഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് അതിനെ ടെക്സ്റ്റിലേക്ക് മാറ്റാൻ സാധിക്കും. അടുത്തത് LR സ്പ്ലിറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അടുത്തത് നോർമലൈസിംഗ് ഓഡിയോ, അതായത് നമ്മുടെ ഓഡിയോന്റെ സൗണ്ട് നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അടുത്തത് കരോക്കെ ഓഫ്ലൈൻ, നമുക്ക് ഇവിടുന്ന് കരോക്കെ ഒക്കെ ഇവിടെ പാടാൻ സാധിക്കും. അടുത്തത് ഫൺ റെക്കോർഡ്, നമുക്ക് ഇവിടെ ഫണ്ണായിട്ട് ഓഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏത് സൗണ്ടിൽ വേണമെങ്കിലും ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തത് സൈലൻസ് റിമൂവർ, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അടുത്തത് നോയ്സ് റിമൂവർ, അതായത് നമ്മുടെ ഓഡിയോയിൽ എന്തെങ്കിലും നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നോയ്സ് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ടു ഗിഫ്, അതായത് നമ്മളൊരു വീഡിയോനെ ഗിഫിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കും. 8D ഓഡിയോ, നമുക്ക് ഇവിടുന്ന് 8D ഓഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ആ ഒരു കാര്യം പ്രീമിയം ആണ്. അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എന്തും ചെയ്യാൻ സാധിക്കും. ഒരു ഓഡിയോനെ ഏതൊക്കെ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇവിടെ നിന്ന് അത് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് ഓഡിയോ ലാബ് എന്നാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് പോയിട്ട് ഓഡിയോ ലാബ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ വരുന്നതായിരിക്കും. അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോനെ കുറിച്ച് ഇത്ര കാര്യങ്ങളെ പറയാനുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.